പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 1-ാം അധ്യായം 8-ാം വചനം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴാണ് നമ്മൾ ശക്തിപ്പെടുന്നത്? ബലഹീനമായ നമ്മുടെ ജീവിതം ശക്തി പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ മാത്രമാണ് എന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം മാത്രമല്ല, മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒതുങ്ങപ്പെടുന്ന ഒന്ന് മാത്രമല്ല, ലോക ചരിത്രത്തെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സത്തയിൽ എവിടെയാണോ ആത്മാവിന്റെ ശക്തിയാൽ നയിക്കപ്പെട്ടത് അവിടെയാണ് ശക്തമായ പ്രവൃത്തികൾ നടന്നിട്ടുള്ളത്. അവിടെയാണ് മനുഷ്യ ചിന്തകൾക്ക് അഗ്രാഹ്യമായ ദൈവിക പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവിക ജ്ഞാനത്തിന്റെ പ്രകാശത്താൽ നിറയും. അവിടെ ജീവിതത്തെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ നോക്കിക്കാണാൻ പറ്റും. അതാണ് ഒരുപക്ഷെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്നു എന്ന്, മറ്റൊരു തരത്തിൽ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന സത്യം. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദിവ്യപ്രകാശത്തിൽ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ വിശ്വാസത്തിലൊന്ന് നിൽക്കാനായിട്ട് പോലും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു സത്യമാണ്. ഒരുപക്ഷെ നിരീശ്വര ചിന്തകളും യുക്തി ചിന്തകളും ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരുന്നത് മാത്രമല്ല, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കപ്പെടുന്ന നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഈ വിശ്വാസത്തിൽ ഒരപജയം സംഭവിക്കും എന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധികളുടെ, സഹനങ്ങളുടെ, അസ്വസ്ഥതയുടെ, മനോവേദനയുടെ തീരാ ദുഃഖത്തിൽ നമ്മുടെ ജീവിതങ്ങൾ നീറിപ്പുകയുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നതായ വേദനിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഏത് വ്യക്തികളിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ ഉടലെടുത്തോട്ടെ, അതിനെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു ശക്തി പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാകുന്ന ഒന്നാണ്. യോഹന്നാൻ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 21-ാം വചനത്തില് ഈശോ തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരെ അനുഗ്രഹിക്കുന്നത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം. അതായത് പിതാവ് സഹിക്കാൻ, പീഡയേൽക്കാൻ, കുരിശിൽ പെടഞ്ഞു മരിക്കാൻ, അവസാനത്തുള്ളി രക്തം പോലും ചിന്താൻ അയച്ചപ്പോ അതിന് പിന്നിൽ കടന്നുപോകുന്ന തീരാ ദുഃഖത്തിന്റെ മനോവേദനയുടെ അനുഭവങ്ങളുണ്ട്. അതാണ് മത്തായി സുവിശേഷത്തിന്റെ 26-ാം അധ്യായത്തിൽ 38-ാം വചനത്തിലൊക്കെ ഈശോ ഓർമ്മിപ്പിക്കുക, എന്റെ ആത്മാവ് മരണത്തോളം എത്തിയിരിക്കുന്നു. കഠോരമായ വേദന, ഒറ്റിക്കൊടുക്കപ്പെടലിന്റെ, ചതിക്കപ്പെടലിന്റെ, തള്ളിപ്പറയപ്പെടലിന്റെ, ഉപേക്ഷിക്കപ്പെടലിന്റെ അതികഠോരമായ വേദനകൾക്ക് പിന്നിൽ ഹൃദയഭാരം താങ്ങാനാകാതെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് നിലത്ത് വീഴുന്ന കഠോര വേദനയുടെ, മാനസിക വ്യഥയുടെ അവസ്ഥയിൽ ഈശോ അതിനെ അതിലംഘിച്ചത് ആത്മാവിന്റെ ശക്തിയാലാണെങ്കിൽ ഇന്ന് അവിടുത്തെ ശിഷ്യരായ നമ്മുടെ ജീവിതങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. ആത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുക വഴി മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെല്ലാവരും പൂരിതരാകാനായിട്ടുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ ഒന്ന് ഏറ്റെടുക്കട്ടെ. ആത്മാവിന് വിട്ടുകൊടുത്ത ജീവിതത്തെ ആത്മാവ് നൽകുന്ന പ്രകാശത്തോടെ ജീവിതത്തെ നോക്കിക്കാണാനായിട്ടുള്ള ഒരു അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കാം. ആത്മശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളൊന്ന് നിറയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതങ്ങളൊന്ന് വിട്ടുകൊടുക്കാം. മനസ്സിനെ ഏറ്റവും ഏകാഗ്രമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിത സങ്കടങ്ങളിലേക്ക്, എൻ്റെ പ്രതിസന്ധികളിലേക്ക് ഇപ്പോൾ നിറയണം. ഈ ദാഹമുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നവ്യമായൊരു അഭിഷേകം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിറയണമെന്ന വലിയ ദാഹത്തോടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതം മുഴുവൻ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ, എൻ്റെ മനോവേദനകളെ, എൻ്റെ ഹൃദയഭാരത്തെ, എൻ്റെ ജീവിത ദുഃഖത്തെ പരിശുദ്ധാത്മാവെ നിന്നിലേക്ക് ഇതാ ഞാൻ വിട്ടുതരുന്നു. ഓ പരിശുദ്ധാത്മാവെ, ശക്തിപ്പെടുത്തുന്നവനെ, ബലഹീനതകളിൽ സഹായിക്കുന്നവനെ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നവനെ, ബോധ്യത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കുന്ന ദൈവശക്തിയെ ഇപ്പോൾ എന്നിലേക്ക് ആവസിക്കണമേ. എൻ്റെ കുടുംബത്തിലേക്ക് നിറയണമേ. വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലേക്കും പരിശുദ്ധാത്മാവയോട് നിന്ന് നിറയണമേ. ജീവിത സങ്കടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളിലേക്കും നിറയണമേ. ദാരിദ്ര്യ ദുഃഖത്താൽ, രോഗപീഠകളാൽ അസ്വസ്ഥതപ്പെടുന്ന, ക്ലേശിക്കുന്ന ഓരോ മക്കളിലേക്കും പരിശുദ്ധാത്മാവെ ഇപ്പോൾ അവിടുന്ന് ഉന്നത ശക്തിയായി വ്യാപരിക്കണമേ. ഇരു കരങ്ങൾ
സ്വർഗത്തിലേക്ക് ഉയർത്തപ്പിടിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലും എല്ലാ ദൈവമക്കളിലും വേദനിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, നിരാശപ്പെടുന്നവർ, ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തികൾ സകലരിലേക്ക് നിറയാനുള്ള ആഗ്രഹത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, ഒരു പുതിയ അഭിഷേകത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് പൂരിതമാക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലെ സങ്കടങ്ങളെ നീക്കുന്ന ഒരു ശക്തിയായ അഭിഷേകമായി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് വ്യാപരിക്കണമേ. ഈ ദേശം മുഴുവനിലേക്ക് വ്യാപരിക്കണമേ. ഞങ്ങളുടെ ഭാരതത്തിലേക്ക് നിറയണമേ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന വ്യക്തികളിലേക്ക് നിറയണമേ. ആത്മാവിൽ നയിക്കപ്പെടാൻ, നിറയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് നിറയണമേ. സങ്കടപ്പെടുന്ന ജീവിതങ്ങളിലേക്ക് നിറയണമേ. ചതിക്കപ്പെടുന്ന ജീവിതങ്ങളിലേക്ക് നിറയണമേ. വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക് നിറയണമേ. നിരാശപ്പെടുന്ന ജീവിതങ്ങളിലേക്ക് നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, അപ്പസ്തോലന്മാരുടെ മേൽ ആവസിച്ച് ശക്തിപ്പെടുത്തിയവനെ, ഈ കാലഘട്ടത്തിൽ അനേക ജീവിതങ്ങളിലേക്ക് നിറഞ്ഞ വിശുദ്ധിയിൽ ആഴപ്പെടാൻ, ചൈതന്യത്തിൽ നിറയപ്പെടാൻ, ദൈവിക പ്രകാശത്തിൽ ജീവിതത്തെ മുൻപോട്ട് നീങ്ങുവാൻ ശക്തി പകരുന്നവരെ, ഞങ്ങളിലേക്ക് ഉന്നത അഭിഷേകമായി ഇപ്പോൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവൻ പകരാൻ, ജീവശ്വാസത്തായി, ജീവശക്തിയായി ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മശക്തി നിറയട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ഒരു പുതുജനനം, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ സൃഷ്ടിയുടെ ചൈതന്യം വ്യാപരിക്കട്ടെ. ആരാധന ആരാധന. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി തീഷ്ണതയോടെ കർത്താവിനെ ആരാധിച്ച് ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കട്ടെ. ആത്മസന്തോഷം കൊണ്ടെന്നെ നിറയ്ക്കണമേ, സ്വർഗശക്തിയാൽ ഇന്നെന്നെ നയിക്കണമേ. ആത്മസന്തോഷം കൊണ്ടെന്നെ നിറയ്ക്കണമേ, സ്വർഗശക്തിയാൽ ഇന്നെന്നെ നയിക്കണമേ. ആത്മാവേ റൂഹായി പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്രിസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. ആത്മാവേ റൂഹായി പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്രിസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. സ്വർഗത്തിന്റെ കാറ്റേ വീശണമേ, സ്നേഹത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. സ്വർഗത്തിന്റെ കാറ്റേ വീശണമേ, സ്നേഹത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. റൂഹായി പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്രിസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. ആത്മാവേ റൂഹായി പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്രിസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. കൈകൾ താഴ്ത്തി വശങ്ങളിലേക്ക് കൈകൾ കൊട്ടി ആത്മാവിന്റെ ശക്തിയാൽ എല്ലാ ജീവിതങ്ങളും പൂരിതമാകാൻ, നമ്മുടെ ശരീരത്തിന്റെ രോഗപീഠകൾ, മനസ്സിന്റെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ഹൃദയം മുറിക്കപ്പെട്ട അനുഭവങ്ങളിലുള്ള എല്ലാ വ്യഥകൾ, മുറിവുകൾ സകലതും ആത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ തൈലത്താൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ച് സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, കരുണ കാണിക്കാൻ, കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവിക ശുശ്രൂഷകൾ വ്യാപരിക്കാൻ, സാക്ഷികളാകാൻ, അഭിഷേകം ചെയ്യാൻ ആഗ്രഹത്തോടെ ആത്മാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് ആവസിക്കുന്നു. പ്രാർത്ഥിക്കാം. യോർദാൻ നദിക്കരയിൽ ഇറങ്ങി വന്നതുപോൽ വെൺപ്രാവായി നീ വരിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, യോർദാൻ നദിക്കരയിൽ ഇറങ്ങി വന്നതുപോൽ വെൺപ്രാവായി നീ വരിൽ പറന്നിറങ്ങണമേ. പുതിയൊരു ജനനം നൽകണമേ, ഒരു ഹൃദയം നൽകണമേ. ആത്മഫലങ്ങൾ നിറയ്ക്കണമേ, വരദാനങ്ങൾ ചൊരിയണമേ. ആത്മാവേ റൂഹായി പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്രിസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. ആത്മാവേ റൂഹായി പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്രിസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മശക്തിയാൽ പൂരിതരാകാൻ ഒരു പുതിയ അഭിഷേകം തീക്ഷ്ണതയോടെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവെ വേദനിക്കുന്ന ഓരോ മനസ്സുകളിലേക്കും, സങ്കടപ്പെടുന്ന എല്ലാ ജീവിതങ്ങളിലേക്കും, നിരാശയിലാണ്ട സകല ജീവിതങ്ങളിലേക്കും
എല്ലാ കുടുംബങ്ങളിലേക്കും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ജീവിതം ഇരുളിമയാർന്ന എല്ലാ ജീവിതങ്ങളിലേക്ക് പ്രകാശമായി ശക്തിയായി ആവസിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഭക്തിയോടെ ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ. എല്ലാവരിലും നിറയട്ടെ. പുതിയൊരു പന്തക്കുസ്താ നൽകാൻ ഇറങ്ങി വന്നിടണേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ. പുതിയൊരു പന്തക്കുസ്താ നൽകാൻ ഇറങ്ങി വന്നിടണേ. പുതിയൊരു പന്തക്കുസ്താ നൽകാൻ ഇറങ്ങി വന്നിടണേ. പരിശുദ്ധമ്മേ, വിശുദ്ധ യോസേപ്പേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 14-ാം വചനത്തിൽ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ, സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ചില വ്യക്തികൾ നമ്മളെ വേദനിപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങൾ മുറിക്കപ്പെടുകയും നമ്മളെ ചതി ചെയ്ത് ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കുക, സ്നേഹിക്കാൻ സാധിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുക, അത് മാനുഷികമായ ചിന്തയിൽ സാധിക്കുന്ന കാര്യമല്ല. മറിച്ച് ഒരു വ്യക്തിക്ക് എന്തൊരു വീക്ഷണം വേണം? ഒരു വ്യക്തിക്കുണ്ടാകേണ്ടതായ വീക്ഷണം അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു കാലമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വ്യക്തിക്ക് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതങ്ങളിലേക്ക് നൽകുന്ന ദൈവിക പ്രകാശത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ വന്ന് ജീവിതത്തെ തകർത്ത് ചവിട്ടിമതിച്ച് ഇല്ലാതാക്കുന്ന ജീവിത സങ്കടങ്ങളുടെ നിമിഷത്തില് കണ്ണീരൊഴിയാത്ത ജീവിതത്തിന് മുമ്പില് ഒരിക്കലും പിടിച്ചു നിൽക്കാനാകില്ല എന്നത് സത്യസന്ധമായ യാഥാർത്ഥ്യ. അതിനെ സ്വീകരിക്കാനായിട്ടുള്ള ശക്തി നമുക്ക് വേണമെങ്കിൽ ദൈവമക്കളെ, നമുക്ക് ആവശ്യമായ ഒന്ന് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ഒരു പ്രകാശമാണ്. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു വെച്ചത്. ഈശോ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്, പിതാവ് അയച്ചതുപോലെ ഞാനും അയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ചതിക്കപ്പെടാൻ വേണ്ടിയിട്ട്, ഉറ്റിക്കൊടുക്കപ്പെട്ട് കുരിശിൽ മരിച്ച് അവസാനതുള്ളി രക്തം പോലും ചിന്തി ഇല്ലാതാകാൻ വേണ്ടിയിട്ട്, പൊടിഞ്ഞില്ലാതാകാൻ വേണ്ടിയിട്ട്, കുർബാനയാകാൻ വേണ്ടിയിട്ട് അയക്കപ്പെടുക. നീ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുന്ന പരിശുദ്ധമായ അപ്പമായിട്ട് മാറണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അനിവാര്യമായ ഒന്നുണ്ട്, അത് പരിശുദ്ധാത്മാവിന്റെ ആവാസം. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ എപ്പോഴാണ് അതിന്റെ പൂർണ്ണത എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സത്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലാണ്. അപ്പൊ കണ്ടോ, വിശുദ്ധ കുർബാനയായിട്ട് മാറുന്ന എപ്പോഴാണ്? പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലാണ്. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതം എന്ന് പറയുന്നത് ഏത് പൊടിയപ്പെടലിന്റെ, ഞെരുക്കത്തിന്റെ, ചതിക്കപ്പെടലിന്റെ, വേദനിക്കപ്പെടലിന്റെ, രോഗപീഠകളുടെ കാഠിന്യത്താൽ ഞാൻ ഞെരുങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോയിക്കോട്ടെ, അവിടെ ഒരു വിശുദ്ധ അപ്പമായിട്ട് ഞാൻ രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ട് ശക്തി പ്രാപിക്കുക പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലാണ്. ജീവിതത്തിൽ ചില വ്യക്തികൾ ഇങ്ങനെ കടന്നു പോകുന്ന സങ്കടങ്ങളൊക്കെ കേട്ടു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാണ്ട് അലിഞ്ഞു പോകാറുണ്ടല്ലേ? ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില അനുഭവങ്ങളിലൊക്കെ ആ അനുഭവങ്ങളെ ചേർത്ത് വെച്ച് ഇങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കൊരാശ്വാസം ലഭിക്കുന്നത് അല്ലേ? നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ വിധത്തിലുള്ളതായ ഒട്ടനവധി അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. മറ്റുള്ളവർ സങ്കടത്തോടെ ചിലപ്പോൾ നമ്മളോടൊക്കെ ഇങ്ങനെ അവരുടെ ഹൃദയ നൊമ്പരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ചില വ്യക്തികൾ വന്ന് സങ്കടം പറയുമ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ചില അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ചിലതിൻ്റെ ആഴം ഇങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ ഓർക്കാണ്, ഈ നാളുകളിൽ ചില വ്യക്തികൾ പങ്കുവെച്ച ചില ഹൃദയഭേദകമായ നൊമ്പരപ്പാടുകൾ. അതൊരു സന്യസ്ത പറഞ്ഞ ഒരു കാര്യം ഞാൻ ആദ്യം ഓർക്കാണ്. ആ സഹോദരി വളരെ
തീഷ്ണതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കോൺവെന്റ് ചേർന്ന കാലം മുതൽ എപ്പോഴും ഈശോയോടൊരു ആത്മബന്ധമുള്ള ഒരു സഹോദരി. പഠന മേഖലകളിൽ അതീവ വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് മുഴുവനും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട ഈശോയോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഒരു ഹൃദയ അടുപ്പമാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, അങ്ങനെയുള്ളവരൊക്കെ വലിയ ദൈവിക സംരക്ഷണത്തിലാണ്, അവർക്കൊന്നും യേശത്തില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ശരിയാണ്, അവർക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലെന്നുള്ളതല്ല, അവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി കർത്താവ് നൽകുമെന്നുള്ള വ്യത്യാസമാണുള്ളത്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ശക്തി കിട്ടണം, നമ്മുടെ ജീവിതത്തിലും ഈ വിധത്തിലൊരു ആത്മബലം നമുക്ക് കിട്ടണം. അതിനുവേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ഈ സഹോദരി ഇതുപോലെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് സന്യാസ ജീവിതത്തെ സ്വീകരിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ശുശ്രൂഷ സ്ഥലത്ത് നിന്ന് ഏതോ അസ്വസ്ഥത പുലർന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാല് ആ വ്യക്തി ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി അവരുടേതായ ചില വീക്ഷണങ്ങളിൽ പങ്കുവച്ച ചില കാര്യങ്ങൾ കൊണ്ട് ഈ സഹോദരി ഹൃദയം മുറിയപ്പെടുന്ന ഒരു വേദനാജനകമായ അനുഭവത്തിലേക്ക് വരിക. എന്നോട് പങ്കുവച്ചപ്പോൾ ഞാൻ ഓർക്കാണ്, ആ സഹോദരി പറയാണ്, അന്ന് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത, എൻ്റെ മനസ്സിൻ്റെ കോണിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ഈ ഒരു ആരോപണം എന്നിലേക്ക് വന്നപ്പോ എങ്ങനെ ഇതിനെ പ്രതിരോധിച്ചു നിൽക്കണമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ നിഷ്കളങ്കമായിട്ട് മാത്രമേ ജീവിതത്തെ ചിന്തിച്ചിട്ടുള്ളൂ, മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആ ശുശ്രൂഷ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറാൻ എന്നോട് ആവശ്യപ്പെടുമ്പോ ഞാൻ വേദനയോടെ, അസ്വസ്ഥതയോടെ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിന്ന സമയമുണ്ട്. ആ സ്ഥലം മുതൽ ഞാൻ എൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഈ വാഹനം ഒന്ന് അപകടത്തിൽപ്പെട്ടിരുന്നെങ്കിലെന്ന്, ഏത് വിധേനയും എൻ്റെ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഹൃദയഭാരത്താൽ താങ്ങാനാകാതെ ആ ബസ്സിൽ ഞാൻ വേദനയോടെ കണ്ണീർ പൊഴിച്ച് ഹൃദയം പൊട്ടിക്കരഞ്ഞു. ആരെന്നെ കാണാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ ശുശ്രൂഷ ചെയ്ത് അങ്ങനെ എങ്ങനെയൊക്കെയോ എൻ്റെ ജീവിതം ഏതാനും നാളുകൾ മുമ്പോട്ട് പോയി. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കാണ്, ആരൊക്കെ എനിക്കെതിരെ പറഞ്ഞോ, ആരൊക്കെ എന്നെ ചതിക്കാൻ ശ്രമിച്ചോ, അവർ മാത്രമല്ല മറ്റനേകര് ആദരിക്കുന്ന ഒരു ജീവിതമായിട്ട് എന്റേത് മാറാൻ ദൈവം അനുവദിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, അതായത് പ്രതിസന്ധിയോ പ്രശ്നമോ ജീവിതത്തിലേക്ക് കടന്നു വരാഞ്ഞിട്ടല്ലെന്ന്, മറിച്ച് എന്ത് സംഭവിച്ചു? ഈ നാളുകളിൽ ഈ സഹോദരിയുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചപ്പോ ദൈവം അത് ഏറ്റെടുത്തു. സഹോദരി പറയണം, അച്ഛാ ആ പ്രതിസന്ധിയുടെ നാളുകളിൽ ഒരുപക്ഷെ വേദനയുടെ ആധിക്യത്തിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ പോലും അതിനുശേഷം എനിക്ക് ചെയ്യാൻ സാധിച്ച ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ദൈവകൃപയാൽ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടെ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ഫലം. കാലങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ന് ഏത് പ്രതിസന്ധികളെ മറികടക്കാൻ മാത്രമുള്ള ആത്മബലം എനിക്ക് കിട്ടി. തീർന്നില്ല. ഇന്ന് ഏതെങ്കിലും വ്യക്തികൾ ചതിക്കപ്പെടൽ അപവാദ കഥകളാൽ ഇല്ലാതായന്റെയോ നൊമ്പരം വന്ന് പങ്കുവയ്ക്കുമ്പോൾ അത് ഹൃദയത്തിൽ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ സാന്ത്വനപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പുള്ള നാളുകളിലൊന്നും എനിക്കത് സാധ്യമാകുമായിരുന്നില്ല. കാരണം അത്തരം ഒരു അനുഭവത്തിലൂടെ ഞാനൊരിക്കലും നയിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ലാഘവ ബുദ്ധിയോടെ അത് കേട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ശ്രമിച്ചിരുന്ന ഞാനിന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഉള്ള ആ മുറിവനുഭവങ്ങളെ സൗഖ്യപ്പെടുത്തിയ ആ ഒരു ദൈവാനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുമ്പോൾ അത് അവർക്കൊക്കെ ഒരു ഹീലിംഗ് ടച്ചാ. പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ദൈവം ഇങ്ങനെ നമ്മളെ നയിക്കുന്ന അനുഭവങ്ങൾ കണ്ടോ? പൗലോസ്ലീഹയൊക്കെ പറയുന്ന കാര്യം എത്രയോ ശ്രദ്ധേയമാണ്, എത്ര സുന്ദരമാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായം 8-ാം വചനത്തിൽ പറഞ്ഞു വെക്കുകയാണ്, ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും
തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നശിപ്പിക്കപ്പെടാത്ത വിധത്തില് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തുമെന്ന് ചോദിക്കാൻ മാത്രമുള്ള വിശ്വാസത്തിന്റെ ധീരതയും ദൃഢതയും വിശുദ്ധ പൗലോസിന് കൈമുതലായിട്ടുണ്ടെങ്കിൽ കടന്നു പോകാത്ത പീഡനത്തിന്റെയോ വേദനയുടെയോ ചതിക്കപ്പെടലിന്റെയോ വഞ്ചനയുടെയോ അനുഭവങ്ങള് പൗലോസ്ലീഹയുടെ ജീവിതത്തില് അത്യഗാധമായിട്ടുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് ക്രിസ്തുവിനെ ഉപേക്ഷിക്കാതെ ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നു എന്ന് പൗലോസ് മറ്റൊരിടത്ത് പറയുന്നതാണ് എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ, ക്രിസ്തുവിൻ്റെ പഞ്ചശതങ്ങളെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുക. അതിന് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുമ്പോഴാണ്. വേദനയോടെ സങ്കടത്തോടെ ഒരു വൈദികൻ പങ്കുവെച്ച കാര്യം ഓർക്കാണ്. വളരെ പാവപ്പെട്ട ഒരു ഗതിയില്ലാത്ത ഒരു കുടുംബത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ആ കുടുംബം ഒരു രക്ഷപ്പെട്ട് ആ കുടുംബത്തിലൂടെ ഒരുപാട് പേർക്ക് നന്മ ചെയ്യാവുന്ന ചിന്തയോടുകൂടെ ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വൈദികന്റെ വേദനാജനകമായ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ നാളുകളിൽ മുതൽ ആ കുടുംബം അല്ലെങ്കിൽ ആ രക്ഷപ്പെടുത്തിയവര് വൈദികനോട് സ്വീകരിച്ച ഒരു നിലപാട് സങ്കടത്തോടെ പറയാൻ പോലും സാധിക്കാതെ തളർന്നു പോകുന്ന ഒരു വൈദികന്റെ ഹൃദയഭാരവും നൊമ്പരവും ഓർക്കുക. ഈ നാളുകളിലൊക്കെ ചില വൈദികർ സങ്കടത്തോടെ പങ്കുവെച്ച് ചിലപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അതിനെയൊക്കെ മറ്റൊരു തരത്തില് വിമർശിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്നവരായ ഒരുപാട് വ്യക്തികളുണ്ടെന്ന്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ ശുശ്രൂഷകളോട് മടുപ്പ് വന്നു, പൗരോഹിത്യത്തില് ഒരു ജ്വലനം തോന്നുമ്പോഴും പൗരോഹിത്യത്തിൽ അഭിമാനിക്കുമ്പോഴും എന്തിനാണ് ശുശ്രൂഷ ചെയ്ത് വെറുതെ ഹൃദയഭാരം അനുഭവിക്കുന്നത്, വെറുതെ മുറിയപ്പെടുന്നെന്ന് സങ്കടത്തോടെ പറയുന്ന വൈദികരെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒറ്റ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റും. ഇതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം വെളിപ്പെടുന്ന, ദൈവമഹത്വം വെളിപ്പെടുന്ന ഒരവസരം ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുക. പത്രോസ്ലീഹ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന് 5-ാം അധ്യായം 10-ാം വചനത്തിൽ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. അപ്പൊ നോക്ക്, പൂർണ്ണരാക്കും, സ്ഥിരീകരിക്കും, ശക്തരാക്കും. എന്തിനു ശേഷം? അല്പകാലത്തെ ഈ സഹനാനുഭവത്തിന് ശേഷം. ഈ പ്രത്യാശയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൊറോണ വൈറസ് രോഗപീഠയാകട്ടെ, ഇപ്പോൾ നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതം കണക്കുള്ളതായ പ്രതിസന്ധികളാകട്ടെ, സകല വാതിലുകളും അടയ്ക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഏറ്റവും ഹൃദയഭേദകമായ വേദനാനുഭവമാകട്ടെ, ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിച്ച അനുഭവങ്ങളിൽ നമ്മളിന്ന് കടന്നു പോകുന്ന ഭാരപ്പെട്ട അനുഭവമാകട്ടെ, ദൈവമക്കളെ, ഒരു സത്യമുണ്ട്: മഹത്വം വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. പീഡാസഹനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് മഹത്വത്തിൻ്റെ ഒരു ഉയർപ്പുണ്ട്. അപ്പുറത്തേക്ക് കടന്ന് അവൻ്റെ ഒരു 2-ാം വരവുണ്ട്. നിന്റെ ജീവിതത്തെ പ്രത്യാശപൂർവമാക്കാൻ അത് മാത്രം മതി. ഈ ഒരു ഉൾക്കാഴ്ച, ഈ ഒരു ദർശനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെങ്കിൽ മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ കേട്ടോ. ദിവ്യകാരുണ്യ സഭയെ നമുക്കിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളത് മറ്റൊന്നുമല്ല. ഈ ദിനങ്ങളിലുടനീളം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളത് വേറൊന്നുമല്ല: പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. പരിശുദ്ധാത്മാവേ, നിലനിൽപ്പിൻ്റെ വരം തരണമേ. പരിശുദ്ധാത്മാവേ, ഈ പ്രതിസന്ധികളിൽ തളരാതെ നിലനിൽക്കാനായിട്ടുള്ള ഒരു കരുത്ത് പകരണമേ. തീർച്ചയായിട്ടും ആത്മാവ് ശക്തിപ്പെടുത്തും, ആത്മാവ് സാക്ഷിയായിട്ട് മാറ്റും, ആത്മാവ് നമ്മളെ ഉയർത്തും. യേശുവേ,
എൻ്റെ ജീവിതത്തിൽ അനേകർക്ക് നന്മയുണ്ടാകാൻ, അനേകരുടെ ജീവിതങ്ങളെ പടുത്തുയർത്താൻ ഞാൻ പരിശ്രമിച്ച നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും കർത്താവേ, നിന്റെ കാൽവരി അനുഭവത്തോട്, നിന്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ച അവിടത്തേക്ക് കുറ്റമില്ലാഞ്ഞിട്ടും കുറ്റക്കാരനായി വിധിക്കപ്പെട്ട നിന്റെ ജീവിതത്തിന്റെ തലങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, ഞാനും പ്രാർത്ഥിക്കുക, ഞാനും ആഗ്രഹിക്കുക, എൻ്റെ ജീവിതത്തിന്റെ നമ്പരപ്പാടുകളെ മുഴുവൻ നിന്നിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കുർബാനയായി ഞാൻ രൂപപ്പെടാൻ, ഒരു വിശുദ്ധ അപ്പമായി എൻ്റെ ജീവിതം മാറാൻ, നീ ഒരുക്കുന്ന പദ്ധതികളിൽ ശരണപ്പെടാൻ മാത്രമുള്ള വിശ്വാസത്തിന്റെ ധൈര്യവും ദൃഢതയും എനിക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണേ കർത്താവേ. ഹൃദയം കീറി മുറിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ. നന്മ ചെയ്യുമ്പോഴും വേദനിപ്പിക്കപ്പെടുന്ന, മുറിവേൽപ്പിക്കപ്പെടുന്ന എല്ലാ അനുഭവങ്ങളെയും നിന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ തൊട്ട് സുഖപ്പെടുത്തണമേ. ഈശോയെ, നീ സമാശ്വാസം പകരണമേ. ഓ കർത്താവേ, നീ സാന്ത്വനം നൽകണമേ. സഹചരെ ഞാൻ ഇന്നും സ്നേഹിച്ചു, അവരുയരാൻ നന്നായി യത്നിച്ചു. ഈശോ, പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു, സമയം ഞാനേറെ പങ്കിട്ടു. എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ വരന്നാശിച്ചു. ഈശോ, പണമില്ലാതായി ബലമില്ലാതായി ആർക്കും വേണ്ട കരിവേപ്പിലയാ. ദൈവത്തിൻ സ്നേഹമോർത്തു ഞാൻ ഈശോ ഹൃദയം തകർന്നു വേദനയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മനോവ്യഥകളെയും ജീവിത സങ്കടങ്ങളെയും പെയ്തൊഴിയാത്ത കണ്ണീരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. തോളിൽ നിന്റെ കരുത്തുള്ള കരങ്ങളോ ദുഃഖം എന്നെ ഉയർത്തണേ കർത്താവേ. എന്റെ ശക്തിയുള്ള കരങ്ങളോ എന്നെ ബലപ്പെടുത്തണ കർത്താവേ. ഓ യേശുവേ, ഓ യേശുവേ, ഓ യേശുവേ, മിഴികൾ നിറഞ്ഞൊഴുകി. ഒരുപാട് ജീവിതങ്ങളിലേക്ക് കർത്താവ് സമാശ്വാസം പകരുന്നുണ്ട്. ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് നിന്റെ ജീവിതത്തിന് മേലെ കരമുയർത്തുന്ന സമയമാണ്. നീ വിശ്വസിക്കുക, നീ ആശ്രയിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ പ്രത്യാശയോടെ സകലതിനെയും അതിജീവിക്കാനായിട്ടുള്ള കരുത്ത് പകർന്ന കർത്താവിൽ ശരണപ്പെട്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. യേശുവിന്റെ നാമത്തെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധമായ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നേ. സകല ബന്ധനങ്ങളും സകല അസ്വസ്ഥതകളും നീങ്ങിപ്പോയി. ഓരോ മനസ്സുകളിലും യേശുവിന്റെ സാന്ത്വന സ്പർശം ലഭിക്കട്ടെ. എല്ലാ ജീവിതങ്ങളും കർത്താവിന്റെ കരുത്തുറ്റ കരങ്ങളുടെ ശക്തി പ്രവഹിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.